Hey guys, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളൊരു പോക്കോ X2 സ്മാർട്ട് ഫോൺ യൂസർ ആണെങ്കിൽ ഇപ്പോൾ കറന്റ് ഒരു 50% യൂസേഴ്സിനും വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമറ ആപ്ലിക്കേഷൻ വർക്ക് ആവാത്താണ് ഒരു ബ്ലാക്ക് സ്ക്രീൻ ആയിട്ട് നിൽക്കാം. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മൾ 3-4 വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൈനലി പോക്കോ X2 ടീമിൻ്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ പോക്കോ ടീമിൻ്റെ സൈഡിൽ നിന്ന് അതിനുള്ള ഒരു സൊല്യൂഷനുമായിട്ട് എത്തിയിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന്, എന്തൊക്കെ സ്റ്റെപ്പുകൾ ചെയ്താലാണ് ഇത് മാറാമെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടും അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ലൈക്കിൻ്റെ ടാർഗറ്റ് നമ്മളൊരു 1000 ലൈക്കിൻ്റെ ടാർഗറ്റാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പോക്കോ X2 ടീമിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ട്വിറ്റർ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവർ പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ഞാനിവിടെ സ്ക്രീൻ ഷോട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. ആ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ പേര് ഈ ക്യാമറ ആപ്ലിക്കേഷനിൽ എറർന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട കാര്യം തന്നെ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ അതിനെ ബേസ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം മാനേജ് ആപ്പിൽ പോവാം. മാനേജ് ആപ്പിൽ പോയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ക്യാമറ സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ പോയിന് ഫസ്റ്റ് ക്ലിയർ ക്യാഷ് മെമ്മറി കൊടുക്കുക, അതിനുശേഷം ക്ലിയർ ഡാറ്റ കൊടുക്കുക. എന്നിട്ടും നിങ്ങൾക്ക് ഇത് റെഡി ആയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് റീബൂട്ട് ചെയ്യുക ഫോണ്. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് പറഞ്ഞിട്ടുള്ളത്. ഇത് രണ്ടും ചെയ്തിട്ട് റെഡി ആയില്ലെങ്കിൽ നിങ്ങൾ അടുത്തായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കംപ്ലൈൻറ്റ് ഫീഡ്ബാക്ക് സെക്ഷനിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളതിൻ്റെയും സ്ക്രീൻ റെക്കോർഡിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഹോം സ്ക്രീനിൽ പോവുക. ഹോം സ്ക്രീനിൽ സർവീസ് ആൻഡ് ഫീഡ്ബാക്ക് സെക്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അഗ്രി ഫസ്റ്റ് ചോദിക്കും. നമ്മൾ അഗ്രി കൊടുക്കാം. അഗ്രിക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ ടോപ്പ് സൈഡിലായിട്ട് 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ജനറേറ്റ് ലോഗ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറേ ലോഗുകൾ വരും. അതിൻ്റെ ഉള്ളിൽ സെൻസർ ലോഗ് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഹോം സ്ക്രീനിലേക്ക് പോകും. ഹോം സ്ക്രീനിൽ പോയതിന് ശേഷം നിങ്ങളുടെ ക്യാമറ ആപ്ലിക്കേഷൻ തുറന്നിട്ട് അവിടെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. എന്താണ് കംപ്ലൈൻറ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്ക്രീൻഷോട്ട് എടുക്കാം. അതിനുശേഷം വീണ്ടും നിങ്ങൾ സർവീസ് ആൻഡ് ഫീഡ്ബാക്കിൽ പോയതിന് ശേഷം ജനറേറ്റിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ സെൻസറിൻ്റെ ഉള്ളിൽ നമ്മൾ ലോഗ് ജനറേറ്റ് ആൻഡ് അപ്ലോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡീറ്റെയിൽ ചോദിക്കും. നമ്മുടെ എന്താണ് കംപ്ലൈൻറ്റ് എന്ന് എഴുതുക. നമ്മുടെ ഫോൺ ക്യാമറ ഈസ് നോട്ട് വർക്കിംഗ് എന്ന് അടിക്കുക. അതിൻ്റെ അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ എടുത്തത് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ അപ്ലോഡ് ചെയ്യാം. അതിൻ്റെ അടിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴൊക്കെയാണ് ഈ പ്രോബ്ലം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എപ്പോഴും ഉണ്ടാവണമെന്ന് എവരി ടൈം എന്നുള്ളത് ഉണ്ടായിരിക്കും. അത് സെലക്ട് ചെയ്യാം. അതിന് എന്ന് തൊട്ടാണ് ഈ പ്രോബ്ലം വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഡേറ്റും കൂടി സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് സെൻഡ് കൊടുക്കുക. സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മിനിറ്റോളം ടൈം എടുക്കും സെൻഡ് ആവാനായിട്ട്. അതിൻ്റെ ഉള്ളിൽ റിപ്പോർട്ടഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിപ്പോർട്ട് ID നമുക്ക് കിട്ടും. ആ ID നമ്പർ എടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സർവീസ് സെൻറ്ററിൽ ഫസ്റ്റ് ഫോൺ വിളിക്കുക. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ സർവീസ് സെൻറ്ററിൽ ഇപ്പോൾ നേരിട്ട് പോകാൻ സാധിക്കാത്തതുകൊണ്ട് പോക്കോ ആ നോട്ടിൻ്റെ ഉള്ളിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. കോവിഡ് റെസ്ട്രിക്ഷൻസ് ഉള്ള കാരണം നിങ്ങൾക്ക് നേരിട്ട് നിങ്ങൾ ID നമ്പർ കൊണ്ട് പോകരുത്. നിങ്ങൾ ഫസ്റ്റ് ഫോൺ വിളിച്ചിട്ട് അവിടെ ഒരു ബുക്കിംഗ് എടുക്കുക. ബുക്കിംഗ് എടുത്തതിന് ശേഷം ഈ ചെയ്തിട്ടുള്ള റിപ്പോർട്ടഡ് IDയും കൊണ്ടിട്ട് സർവീസ് സെൻറ്ററിൽ പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്ത് കിട്ടുമെന്നാണ് ഒഫീഷ്യലായിട്ട് പോക്കോൻ്റെ ടീം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. റിപ്പോർട്ട് ചെയ്തിട്ട് ആ റിപ്പോർട്ടഡ് IDയും കൊണ്ട് വേണം അവിടേക്ക് പോകാനായിട്ട്. പിന്നെ ഒരു കേസ് നിങ്ങളോട് പറയാനുള്ളത്, പോക്കോ ടീം വേറൊരു ക്ലെയിമും കൂടി പറഞ്ഞിട്ടുണ്ട്. പോക്കോ ടീമിനെ തകർക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് ഈ ക്യാമറ എററിൻ്റെ ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ട് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ജെനുവിനാണെന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാരൊക്കെ ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരാണ്. എനിക്ക് അറൗണ്ട് ഒരു 60% പോക്കോ യൂസേഴ്സ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിട്ട്. ബാക്കി കുറേ പേരുകൾക്ക് ഇപ്പോഴും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബട്ട് എനിക്ക് കുറേ പേര് മെസ്സേജ് അയക്കും. കുറേ യൂട്യൂബിലും അങ്ങനെയൊക്കെ കുറേ വീഡിയോസൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലൊരു വട്ടം ഒരു കമൻ്റ് അടിച്ചു, അതാണ് ഇത്ര വലിയ ഇഷ്യൂ ആയത്. എല്ലാവരും ട്വിറ്ററിൽ പോയിട്ട് #ടാഗ് വെച്ചിട്ട് പോക്കോ ടീമിന് ഇതിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു പോക്കോൻ്റെ സീനിയർ ആയിട്ടുള്ള ഓഫീസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടൊന്നും ഇങ്ങനെ വീഡിയോസൊന്നും പറയരുത്, ഇങ്ങനത്തെ ഇഷ്യൂസൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെതിരായിട്ട് കുറേ യൂട്യൂബേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ കിട്ടിയത്. അപ്പോൾ നമ്മൾ മാക്സിമം ആൾക്കാർ ചെയ്യേണ്ട കാര്യം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ സൊല്യൂഷൻ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഈ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞ മാതിരി ചെയ്തതിന് ശേഷം സർവീസ് സെൻറ്ററിൽ പോയിട്ട് സർവീസ് സെൻറ്ററിൽ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റെഡിയാക്കാനായിട്ടോ എത്രയാണോ ചാർജ് അതിൻ്റെ കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല, ഫ്രീ ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മുടെ ഒരു മെയിനായിട്ടുള്ള ഇഷ്യൂ ആണല്ലോ, ഒരു ഡാമേജ് അല്ലല്ലോ. അപ്പോൾ അങ്ങനെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ചെക്ക് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് റെഡിയാക്കി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.